ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ സെക്കൻഡ് ഹോമാണ്. എനിക്ക് 2 വീടാണുള്ളത്. അപ്പം സെക്കൻഡ് ഹോമിൽ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഞാനും എൻ്റെ മദറിൻ്റെയും കൂടി കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വരൂ, നിങ്ങളും കണ്ടോളൂ ഞങ്ങളുടെ സെലിബ്രേഷൻ. അവിടെയും കൊണ്ട് മുരളിയും കൊണ്ട് വെച്ചേക്ക് നോക്കളെ, എല്ലാം കൊണ്ട് കൊടുക്കാൻ കുറച്ച് പുറത്തിനകത്തിട്ട് മോളെ കണ്ടിച്ചു കട്ട് ചെയ്യാൻ നമുക്ക് കട്ട്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി 2025. എങ്ങനെയാന്ന് വെച്ചാൽ കട്ടി. ഓക്കെ, ഇനിയിപ്പോൾ അതവിടെ കൊണ്ടുവന്ന് കട്ടി. ഓക്കെ, എനിക്കൊരു ശക്കലം ഒരു പീസ് ഇച്ചിരി കഴിച്ചോ? അമ്മ കഴിച്ചോ? ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വയലിൻ. ജ്യോതിഷ് എന്നാ പേര്. അദ്ദേഹം 2006 നവംബറിൽ പഠിക്കാൻ പോയതാണ്. ഖത്തറിലായിരുന്നു. അപ്പം ഈ ഇന്ത്യൻ ആർട്സ് സെൻറ്ററിൽ പഠിക്കാൻ പോയതാണ് വയലിൻ. അദ്ദേഹത്തിന് വെസ്റ്റേൺ മ്യൂസിക് ഭയങ്കര ക്രേസായിരുന്നു. വെസ്റ്റേൺ മ്യൂസിക് അദ്ദേഹത്തിൻ്റെ വയലിനാണിത്. എത്ര വർഷമായ വയലിനാണെന്നോ. എൻ്റെ ഹസ്ബൻഡ് അന്നോട്ടെ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സെക്കൻഡ് ഹോം വെട്ടിയാറ്റ് വീട്ടിൽ. എൻ്റെ മദറിൻലോയാണ്. അമ്മ ഈ വയലിൻ സൂക്ഷിച്ച് വെച്ചേക്കുക വർഷങ്ങളായിട്ട്. ഞങ്ങളിത് ഇപ്പം ഞങ്ങൾ ജോയിച്ചേട്ടനെ പറ്റി സംസാരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ജോയിച്ചേട്ടൻ പാട്ട് പഠിക്കാൻ പോയത്, ഇംഗ്ലീഷ് പഠിക്കാൻ, മ്യൂസിക് ക്രേസായിരുന്നു പുള്ളിക്ക്. അദ്ദേഹത്തിന് എൻ്റെ മകന് ജിത്തു, അവന് മ്യൂസിക്കിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ അവനൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ഈ വയലിൻ അവന് വീട്ടാൻ സാധിക്കണം. അതിനായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വയലിൻ. അത് ഞാൻ പ്രേക്ഷകർക്ക്, എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു മധുരമായ ഓർമ്മയാണിത്. അദ്ദേഹത്തിന് ഭയങ്കര മ്യൂസിക്കിന് ക്രേസുള്ള ഒരാളായിരുന്നു. നന്നായിട്ട് പാടുമായിരുന്നു. പാടുന്നത് വലിയ പബ്ലിക്കായിട്ട് പാടത്തില്ലെങ്കിലും വീട്ടിൽ എൻ്റെ അടുത്ത് പാടുമായിരുന്നു. മ്യൂസിക്, ഹിന്ദി പാട്ടും ഇംഗ്ലീഷ് പാട്ടൊക്കെ എല്ലാം പാടുമായിരുന്നു. ഇതാണ് വയലിൻ. എനിക്ക് വയലിൻ വീട്ടാനൊന്നും അറിയത്തില്ല. അന്ന് ഞാനിത് എടുക്കുന്നില്ല. ഇത് വയലിൻ വീട്ടാൻ ഇനി എന്തെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയി വരുമ്പോൾ അവർ വീട്ടുമായിരിക്കും. ഇതെങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്. ഞാൻ വയലിനൊന്നും വീട്ടാറില്ലായിരുന്നു. ഇത് വെസ്റ്റേൺ വയലിനാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വയലിനാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇൻസ്ട്രുമെൻ്റാണിത്. ഒരുപാട് മെമ്മറീസുള്ള വയലിനാണിത്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. എത്രയോ വർഷമായതാണെന്ന്. 2007 ഞങ്ങൾ ഖത്തറിലായിരുന്നപ്പോൾ അവിടുന്ന് ഒരു ഇന്ത്യൻ സുഹൃത്തിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന്. എൻ്റെ മദറിൽ അത്രയും വർഷം കൊണ്ട് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ വയലിൻ. ഞങ്ങളുടെ ഒരു സ്നേഹസ്മരണ ഇതെല്ലാം. എടുത്ത് കാണിച്ച് ജസ്റ്റ് ചുമ്മാതെ പ്രേക്ഷകർക്ക് ഓക്കെ. എടുത്ത് കാണിച്ച് ജസ്റ്റ് ചുമ്മാതെ പ്രേക്ഷകർക്ക് ഓക്കെ. എൻ്റെ 2 വീട്ടിലെയും ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വീഡിയോ ഞാൻ ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്, അധികം താമസിക്കാതെ തന്നെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.